അണ്ണാ ഒരു 20 കപ്പണ്ടി വരും. ആ ഓക്കെ അണ്ണാ. ഓക്കെ അണ്ണ പേരെന്തുവാ? സംശീനോ? സംശയം അണ്ണ എവിടെ വേലഞ്ചിറ കച്ചിപ്പുറ നമ്മൾ ഓടിച്ച് താമസിക്കും. ഓക്കെ എന്റെ സ്ഥലം രാമേശ്വരം ഡിസ്ട്രിക്റ്റ്. രാമേശ്വരം ഡിസ്ട്രിക്റ്റ്. ഓക്കെ കോട്ടയപ്പട്ടമാണ് എന്റെ സ്ഥലം. ആണോ? വീട്ടിൽ ആരൊക്കെയുണ്ട്? എന്റെ ഭാര്യ, പിള്ളേര്, എന്റെ മോന്, കൊച്ചുപിള്ളേ. അവരൊക്കെ എന്ത് ചെയ്യുന്നു? ഞാൻ 10 കൊല്ലമായിട്ട് സൗദിയിലെ പണിയെടുത്ത ആളാണ്. എവിടെ? സൗദിയിലെ. ശബരിമല സൗദി അറേബ്യ. സൗദി അറേബ്യ പണി എടുത്തിട്ട് സൗദിയിൽ പോയിട്ട് ഒന്നും എന്തെങ്കിലും ഉണ്ടാക്കാൻ പറ്റുമോ? ഉണ്ടാക്കി എല്ലാം ഉണ്ടാക്കി ജീവിക്കണം. അതിനാണ് ഇവിടെ കച്ചവടം പാത്തിട്ട്. സൗദിയിലൊക്കെ എന്താ പണി? സൗദിയിലെ പെട്രോൾ ബങ്ക് ബക്കാല. അവിടെ ചെന്ന് പണി സൂപ്പർ മാർക്കറ്റിൽ പണി ചെയ്തിട്ട് അണ്ണം തിരിച്ചു വന്ന് തമിഴ്നാട്ടിൽ പോയി 7 കൊല്ലമായിട്ട് ഇവിടെ ഇവിടെ വന്ന് ഇപ്പൊ കേരളത്തിൽ അണ്ണം ജീവിക്കുന്നു. 7 കൊല്ലമായിട്ട് ജീവിക്കും. 7 കൊല്ലടി അണ്ണ ഈ കപ്പൽ ഡിവിഷൻ വിജി ഉറപ്പാണോ? ഒന്നും കുഴപ്പമില്ല. അന്ന് കടവുളെ എനിക്ക് പൈസ തരുന്നു. അല്ല മക്കളൊക്കെ ഇപ്പൊ എന്ത് ചെയ്യുന്നു? മക്കള് എന്റെ എല്ലാ മക്കൾക്ക് വിവാഹം കഴിഞ്ഞ് ആ മക്കളോ പെൺമക്കളോ? പെൺമക്കൾ ആൺമക്കളും കളഞ്ഞ് പെൺമക്കളും കളഞ്ഞ് എന്റെ കൊച്ചു പിള്ളേരും ഉണ്ട്. എല്ലാരും കഴിഞ്ഞു. അണ്ണ ഭാര്യ അവനും ഭർത്താവനാണ് ഇവിടെ. ഞാനും ഉണ്ട്. സുഖജീവിതം. അണ്ണ കേരളമാണോ തമിഴാണോ ഏറ്റവും സുഖം? എനിക്ക് കേരളം ரொம்ப ഇഷ്ടമാണ്. ഇഷ്ടമാണ്. இந்த மரங்கள் செடியெல்லாம் காண போகும்போது ஒவ்வொரு முறியும் காண போகும்போது எனக்கு ரொம்ப இஷ்டமான. நானும் ஸ்தலத்துல 2 நாள் கட்டி இருக்கு. இருந்தாலும் இவட உள்ள ஒரு வீட்டிலையும் ஒவ்வொரு முறிகளும் நல்லா சூப்பர் ஆகிட்டு ரெடி ஆக்கி வச்சிருக்கு. எனக்கு ரொம்ப ഇഷ്ടമാണ് കേരളം. അതാണ് കേരളം എല്ലാവർക്കും നല്ലപോലെ ഇഷ്ടപ്പെടുന്നതല്ല. അതാണ് ഈ കപ്പലിന്റെ ബിസിനസ് കൊണ്ട് അണ്ണൻ ലൈഫ് ഇപ്പൊ നോക്കാൻ പറ്റുന്നുണ്ടോ? ஒரு நாளைக்கு கூலிக்கு போனா 500 ரூபா 600 ரூபா கிட்டும். 600 ரூபா கிட்டும். அதே இது கிட்டாது. இது எந்த சொந்த தொழிலான. நான் யார்ட்டையும் பணிக்கு போய் நின்றதில்லை. எந்த சொந்த தொழிலான. நினைச்சாலும் இன்னும் கச்சவடக்கு போவோம். இல்ல முறையில சாப்பிட்டுட்டு உறங்கும். ഇപ്പൊ ഒരു ദിവസം ലാഭമാണ് എത്ര കിട്ടും? എനിക്ക് 500 600 കിട്ടും. 600 ലാഭം കിട്ടും. ലാഭം കിട്ടിക്കൊണ്ട് ഉത്സവ പറമ്പിൽ പോയി കഴിഞ്ഞാൽ ഉത്സവ പറമ്പിൽ എല്ലാ പറമ്പും പോവും. എല്ലാ പറമ്പിലും പോകാം. മുതുകുളം, വലിയ അമ്പലം, കാർത്തികപ്പള്ളി അമ്പലத்துக்கு நான் போய் கட்டடம் போகாറുണ്ട്. ஆனா எல்லாரையும் மேலே ரொம்ப பரிசுப்பட்டு எல்லாரும் സംസാരിക്കും. ഈ സെയിം ബിസിനസ് തമിഴ്നാട്ടിൽ ചെയ്താൽ എത്ര ലാഭം കിട്ടുമോ? തമിഴ്നാട്ടിലെ ഇത് ഇഷ്ടം கிடையாது. കേരളത്തിലെ കൊച്ചു പുള്ളിയിல இருந்து വലിയ ആള് 90 100 വയസ്സുള്ള വരെ ഈ കപ്പലണ്ടിയെ കളിക്കും. നമ്മുടെ തമിഴ്നാട്ടിൽ പോയ സീസൺ ഇവിടെ കൊച്ചു പിള്ളേരെ എങ്ങ നാട്ടിലെ കൊച്ചു പിള്ളേരെ 5-6 വർഷം വരയ്ക്കും ഈ കപ്പലണ്ടി കൊടുക്കാതെ. ഇവിടെ ഉള്ള പിള്ളേരെ 6 മാസം കൈ കുളന്തോടെ ഈ കപ്പലണ്ടി കൊടുക്കും. ചേട്ടൻ എന്തൊക്കെയാലും ഈ കേരളത്തിൽ വന്നിട്ട് 7 കൊല്ലമായിട്ട് താമസിക്കുന്നു. ചേട്ടന്റെ ബിസിനസ് കപ്പലണ്ടി കച്ചവടമാണ്. ഇനി മുണ്ട് ഗൾഫിൽ താമസിച്ചു. ഗൾഫിൽ പോകുന്നില്ല. പ്രായമായി എനിക്ക് 58. അതിന് മുമ്പ് ഗൾഫിൽ വേല ചെയ്തില്ലേ? 10 കൊല്ലമായിട്ട് പണിയെടുത്തു. ഓക്കെ 10 കൊല്ലമായിട്ട് ചേട്ടന് മുമ്പ് ഗൾഫിൽ വേല ചെയ്ത് ഇപ്പൊ തിരിച്ചു വന്നിട്ട് കേരളത്തിൽ 7 കൊല്ലമായിട്ട് കേരളത്തിൽ വേല ചെയ്യുന്നുണ്ട്. ആലപ്പുഴ ഡിസ്ട്രിക്റ്റിലെ ഇവിടെ അരിപ്പാട്ടിലിരുന്ന് ഇങ്ങോട്ട് കായംകുളം ഫുള്ളായിട്ട് ഓക്കെ കേരളത്തിൽ വന്നിട്ട് അരിപ്പാട് സ്ഥലത്ത് ഇപ്പൊ 7 കൊല്ലമായിട്ട് ചേട്ടൻ ഈ കപ്പലണ്ടി കച്ചവടം മാത്രം ചെയ്തുകൊണ്ട് ഈ കപ്പലണ്ടി കച്ചവടം ചേട്ടൻ ഓക്കെ ചേട്ടൻ ലൈഫ് മൊത്തം പോകുന്നുണ്ട്. കുടുംബം ഇതിലൂടെ ജീവിക്കുന്നുണ്ട്. ചേട്ടൻ കച്ചിപ്പുര എന്ന് പറഞ്ഞ ഒരു ലോഡ്ജിലാണ് താമസിക്കുന്നത്. ചേട്ടൻ ഒരു കുഴപ്പമില്ല. സമയമായെന്നാ ചേട്ടൻ പറയുന്നത്. ഓക്കെ ചേട്ടൻ ഞാൻ ജോലി ചെയ്തോട്ടെ. ഞങ്ങൾക്ക് കുറച്ചുകൂടെ നിമിഷം തന്നതിന് ചേട്ടൻ നന്ദി പറയുന്നു. ഓക്കെ താങ്ക് യു ചേട്ടാ. ഓക്കെ ഈ ചേട്ടനെ എവിടെ വെച്ച് കണ്ടാലും ഇനി അത് ഉത്സവപ്പറമ്പിലാണെങ്കിലും എവിടെ വെച്ചാണല്ലോ ചേട്ടനെ കപ്പലണ്ടി വാങ്ങിക്കണം. അതുപോലെ ഞങ്ങളുടെ മൈ വ്ലോഗ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ആ ബെല്ലൈക്കൺ അമർത്തണം എല്ലാരും. ഓക്കെ.